Hi, I'm Suhaila Hashim, Chief Career Advisor and a motivational speaker. Today, we'll discuss about how to prepare an ATS Friendly CV. Before that, if you haven't subscribed the channel, please do subscribe. എന്താണ് ATS Friendly CV? ATS stands for Applicant Tracking System. പല കുട്ടികൾക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്, PG കംപ്ലീറ്റ് ചെയ്യാണ്, പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്. നൗ യു ആർ റെഡി ടു ഡു എ ജോബ്. സോ ഇവിടെ ഇതുപോലൊരു കുട്ടിയുണ്ട് എന്ന് കമ്പനിക്ക് എങ്ങനെയാണ് അറിയിക്കുന്നത്? ഇറ്റ്സ് ത്രൂ യുവർ CV. സോ CV ഈസ് യുവർ മാർക്കറ്റിംഗ് മെറ്റീരിയൽ. പണ്ടൊക്കെ CV പ്രിപ്പയർ ചെയ്യാൻ പെർട്ടിക്കുലർ ഫോമാറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് നൗ ഡേയ്സ് ടോപ്പ് കമ്പനീസ്, MNCs, അതുപോലെ ഫോറിൻ കൺട്രീസ് ഒക്കെ ATS ഫ്രണ്ട്ലി CV ആണെങ്കിൽ മാത്രമേ ആ ഒരു CV ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് യുവർ CV, യു മേക്ക് ഷുവർ ഇറ്റ്സ് എൻ ATS ഫ്രണ്ട്ലി CV. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു കമ്പനിയിലും ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അവർ ചോദിക്കുന്നത് സെൻഡ് യുവർ CV എന്നാണ്. Okay, whether you are a fresher or an experienced person, anyone, they need a well-drafted CV. So, when you are preparing your CV, make sure it's an ATS friendly CV. ATS ഒരു സോഫ്റ്റ്വെയർ ആണ്. ATS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് മെജോറിറ്റി കമ്പനീസും റിക്രൂട്ട്മെന്റ് പ്രോസസ് മാനേജ് ചെയ്യുന്നത്. ATS ത്രൂ നിങ്ങളുടെ CV ചില കീവേഡ്സും ഫ്രേസസും പിക്ക് ചെയ്ത് ജോബ് ഡിസ്ക്രിപ്ഷനായി കമ്പയർ ചെയ്ത് റേറ്റിംഗ്സ് തരും. So try to score maximum rating so that you receive an interview call. Mostly എല്ലാ reputed companiesഉം ATS software use ചെയ്തിട്ടാണ് CV filter ചെയ്തത്. Then those CVs which are ATS friendly will be forwarding to HR recruiter. Then HR recruiter schedule the interview, and once you clear the interview, you will be onboarded. Next, I'll show you how to draft an ATS friendly CV. Before drafting the CV, you have to read the job description carefully. കമ്പനീസിൽ വേക്കൻസി വരുന്ന സമയത്ത് ആ കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റ് they will prepare a JD. ആ ഒരു JD ആയിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് മാച്ച് ചെയ്യണം. Then you have to start preparing your CV. So നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ CV കാണാം. So first is the contact information. Write your full name, address, contact number, mail ID and LinkedIn profile. ഈ ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ കറണ്ട് അഡ്രസ്, അതുപോലെ കറണ്ട് കോൺടാക്ട് നമ്പർ, അതുപോലെ അപ്ഡേറ്റഡ് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെയാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. കാരണം കമ്പനിയുടെ HR നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ത്രൂ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് പ്രൊഫഷണൽ സമ്മറി. പ്രൊഫഷണൽ സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരിയർ ഒബ്ജക്റ്റീവിന് പകരം പ്രൊഫഷണൽ സമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫഷണൽ സമ്മറി ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രഷേഴ്സ് ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് സ്കിൽസ് മെൻഷൻ ചെയ്യാം. ബോത്ത് സോഫ്റ്റ് സ്കിൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രൊഫഷണൽ സ്കിൽ is also known as technical skill. So if you are a digital marketer, you can mention your key skills like social media management, content creation, SEO, Google Analytics, email marketing, website creation. അതല്ല ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻഷൻ ചെയ്യണമെങ്കിൽ you can definitely do that. Next is soft skill. Again, soft skill is very important. ഒരു കമ്പനിക്ക് നിങ്ങൾ ത്രൂ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവണം അതായിരിക്കണം നിങ്ങൾ സോഫ്റ്റ് സ്കിൽസിൽ മെൻഷൻ ചെയ്യേണ്ടത്. ലൈക്ക് അനലിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റി, ടീം വർക്ക്, യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് കം your work experience. Okay, if you are a fresher, you can mention your internship experience. അതായത് ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, after that you have to compulsory do a internship. Okay, whether like it's an unpaid or a paid internship, anything is fine, but make sure you are doing a internship in any company. അതല്ല നിങ്ങളിപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്, then you can mention your work experience. പ്രീവിയസ് കമ്പനീസിൽ എന്തൊക്കെ ജോബ് റോൾ ചെയ്തു, നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചും അവിടെ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കം എഡ്യൂക്കേഷൻ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇഫ് യു ആർ എ ഡിഗ്രി ഹോൾഡർ യു ക്യാൻ മെൻഷൻ ദാറ്റ്. അതല്ല നിങ്ങളിപ്പം PG ഹോൾഡർ ആണെങ്കിൽ കോളേജിൻ്റെ പേരും അതുപോലെ ലൊക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. സോ ഈ രീതിയിലാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ATS ഫ്രണ്ട്ലി CV പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ നിങ്ങളുടെ സ്കിൽ എന്താണോ അതുപോലെ കമ്പനീസിന്റെ JD ഒക്കെ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി CV ഡ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഡു കോൺടാക്ട് ദിസ് നമ്പർ. So that's all for today. Hope the video was informative. Thanking you, Suhaila Hashim. Take care. Bye-bye.